ബോധമില്ലേ? ഇതാണോ തണൽ? ഇവിടെ വന്നിരുന്നാണോ കഥ എഴുതുന്നത്? ഇപ്പൊ എങ്ങനെ ചെയ്യണേ? ആദ്യം ഒരു കഥ ഉണ്ടാക്കും, ഐഡിയ ഉണ്ടാക്കും, എന്നിട്ട് സ്ക്രിപ്റ്റ് നിങ്ങൾ എഴുതും, നിങ്ങളുടെ ഐഡിയക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യും, ഡ്യൂറേഷൻ വരെ നിങ്ങളാ തീരുമാനിക്കണം. ഇതൊന്നും പറ്റിയല്ല. പിന്നെ ഒരു ഗെയിം തരും. ഈ കാർഡിൽ കിട്ടുന്ന ഈ നമ്പർ വരുന്ന ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞ രീതിക്ക് ഏത് നമ്പർ വരുന്നോ ആ നമ്പർ വരുന്ന ജോണറിൽ നിങ്ങൾ ചെയ്യണം. മലത്ത് എന്ത് ചെയ്യും? അത് നേരത്തെ പറയണായിരുന്നു. ഉടായ്പ കളിക്കരുത്, ഉടായ്പ കളിക്കരുത്. ഇല്ല, ഒന്നും കൂടെ ഇത് ട്രയൽ. 6 അയ്യേ 5 മിനിറ്റേ പറ്റത്തുള്ളൂ ഷോർട്ട് ഫിലിം. 5 മിനിറ്റ് താഴെ. അത് കുഴപ്പമില്ല. ഞാൻ വേറെ കാര്യം കാർഡിങ് എടുത്ത് ഇതിനകത്ത് കാർഡ് എടുക്കുമ്പോൾ ഏത് നമ്പറാണോ വേണം അത്രയും മിനിറ്റ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ കടിക്കാണ്ട് അതൊക്കെ പറ്റുമോ? സുഖം. നീയാണ് പ്രൊഡ്യൂസർ. അപ്പോൾ എല്ലാം ആര് പ്രൊഡ്യൂസർ? നീയല്ലേ ഇപ്പോൾ ചാലഞ്ച് കൊണ്ടുവന്നത്, അപ്പോൾ നീ പ്രൊഡ്യൂസർ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അഭിജിത്ത് നമുക്കൊരു ചലഞ്ച് ആയിട്ട് വന്നായിരുന്നു. ഒരു റോംകോം ജോണറിൽ ഒരു 2 മിനിറ്റ് ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞു. 2 മിനിറ്റിൽ എങ്ങനെ അത് ആ ഒരു ജോണർ നമ്മൾ കറക്റ്റായിട്ട് പറയും എന്നുള്ളൊരു കൺഫ്യൂഷൻ്റെ പുറത്ത് ഞാൻ അവരോട് 2 പേരോടൊന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ പിന്നെ എന്നതാ അറിയത്തില്ലേ? മനസ്സിലായി. അപ്പം പക്ഷെ കഥയ്ക്ക് നിങ്ങളും കൊണ്ടൊരു സപ്പോർട്ട് ചെയ്യണം, അല്ലാണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല. അത് ഇവൻ പിന്നെ കണ്ടിട്ടില്ല, അന്നത്തെ ദിവസം പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടത് പോട്ടെ, ഒരു പ്രൊഡ്യൂസർ ഫോൺ വിളിച്ചെടുക്കാനുള്ള മര്യാദ എങ്കിലും കാണിക്കണം. ആലോചന ഇടയിൽ ആരും വിളിച്ചാലും ഞാൻ എടുക്കില്ല. All the dreams like twinkle stars. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇതൊരു വ്ളോഗല്ല, ഇതൊരു സ്റ്റോറി ഡിസ്കഷൻ സെഷനാണ്. അപ്പോൾ വെൽക്കം ടു ഷോർട്ട് കട്ട്സ്. റൊമാൻറ്റിക് കോമഡി എന്ന് പറയുന്നത് റൊമാൻസും വേണം, കോമഡിയും വേണം. അപ്പം ഞാൻ പറയട്ടെ, റൊമാൻസും വേണം, കോമഡിയും വേണം. ഇത് രണ്ടും കൂടെ 2 മിനിറ്റ് പറയാന്ന് പറയണത് ശരിക്കും ഉണ്ടല്ലോ. മറ്റേ പുള്ളിയില്ലേ, നമ്മുടെ പുള്ളിയുടെ മറ്റേ ഷോർട്ട് ഫിലിം ഇല്ലേ, ലവ് ടുഡേക്ക് മുമ്പ് എടുത്ത ആ 4 മിനിറ്റ് ഉള്ളൂ. അത് 4 മിനിറ്റ് ഉണ്ട്, ഇത് 2 മിനിറ്റ്. അങ്ങനെ എന്തോരം സാധനങ്ങളുണ്ട്. ഇപ്പം ഏതാണ് ഒരു സാധനം നോക്കണം. ഒരു റൊമാൻറ്റിക് കോമഡി ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു ഏത് കല്യാണരാമൻ. റൊമാൻറ്റിക് കോമഡി. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര, ഞാൻ പറയുന്നതിനേക്കാളും വലിയ മണ്ടത്തരം. ഒരു സംഭവം ഉണ്ട്, ഞാൻ പറഞ്ഞ അത് എടുക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തോളണം. ഇച്ചിരി ഉള്ളൂ കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു പെണ്ണിനെ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്നുണ്ട്. പുള്ളിക്ക് ഭയങ്കര പുള്ളിയുടെ ഏജ് അന്നക്കാലത്ത് പുള്ളിക്ക് ഒരു 28-30 വയസ്സുണ്ടാവും. ഓ, പഴയ കാലം അല്ല, പുള്ളിക്ക് ഇപ്പോൾ ഒരു 35 വയസ്സുണ്ടാവും. അതാണ് 32-33. എന്നിട്ട് 28 വയസ്സുള്ള പയ്യൻ. ഒരു 22 വയസ്സുള്ള 22 പെൺകുട്ടി. പെൺകുട്ടി 22. ഓക്കെ. ഇതെന്ത് കഷ്ടം. 28 വയസ്സുള്ള പയ്യനും 22 വയസ്സുള്ള പെൺകുട്ടി. ഓക്കെ. പുള്ളി പ്രണയം മൂത്ത് ഇവിടെ വീട്ടിലെന്തോ വിഷയം ഉണ്ടായപ്പോഴത്തേക്കും, വീട്ടുകാരുമായിട്ട് എന്തോ വിഷയം ഉണ്ടായപ്പോഴത്തേക്കും പുള്ളി പ്രണയം മൂത്ത് ഇവളെ കാണാൻ ചെല്ലുക. ഇവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരാനാ പോണേ. പുള്ളി ചില സമയത്ത് ഇവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ വേറൊരുത്തിനോട് നിൽക്കുക. പക്ഷെ ഇത് കോമഡി മാത്രമേ ഉള്ളൂ, ഇത് റൊമാൻസ് ഇല്ല എൻ്റെ അടുത്ത്. കാരണം റൊമാൻസ് 2 ജോണറിനെ ഒരുമിച്ച് നിർത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ റൊമാൻറ്റിക് കോമഡി എന്ന് പറയുന്നത്. റൊമാൻസ് എന്ന് പറയുന്ന ഒരു ജോണറും കോമഡി എന്ന് പറഞ്ഞ ജോണറും. അപ്പോൾ അങ്ങനത്തെ കുറേ സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഫേമസ് പ്രേമലു. ഇപ്പോൾ റൊമാൻറ്റിക് കോമഡിയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവം തന്നെ റൊമാൻസ്. അതെ. അടുത്തത് കോമഡി. അതും അതെ. അതല്ല, നമുക്ക് അതിനകത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് കപ്പിൾസ്. അങ്ങനെ ഒരാണും പെണ്ണും ഇത് 2 ക്യാരക്ടേഴ്സ് വേണം. 2 മിനിറ്റ് ആയതുകൊണ്ട് ഇവരെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കണമായിരിക്കും ബെറ്റർ. ഇവരുടെ ലൈഫിൽ നടന്ന എന്തെങ്കിലും ഒരു നല്ലൊരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന സാധനം നടക്കും. കപ്പിളാകുമ്പോഴത്തേക്കും പലതരത്തിലുള്ള കപ്പിൾസ് ഉണ്ട്. ടീനേജ്, അതായത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ തമ്മിൽ പ്രണയിക്കാം, കോളേജിലുള്ള പിള്ളേർ തമ്മിൽ പ്രണയിക്കാം, ജോലി ചെയ്യണവർക്ക് തമ്മിൽ പ്രണയിക്കാം, അല്ലെങ്കിൽ വയസ്സായവർ. കൊച്ചു കള്ള മുത്തശ്ശിയായിട്ടുള്ള ലൈനൊക്കെ എവിടം വരെ ആയി. നമുക്ക് കഥയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന ഏജ് ഗ്രൂപ്പ്, അതെനിക്കൊന്ന് കഥയൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ മനസ്സിലാവില്ല ഏത് ഏജ് ഗ്രൂപ്പിന് പറ്റണേന്നുള്ള. അല്ല, നമുക്കിപ്പം നമ്മുടെ ഒരു പ്രായം വെച്ചിട്ട് വേണേൽ നമ്മുടെ ആ ഒരു രീതിയിൽ നമുക്ക് എളുപ്പം റിലേറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. മെയിൻ ആയിട്ടുള്ള ചാലഞ്ച് നിങ്ങൾ ഇതിൽ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു. ഒരു മെസ്സേജ് വേണം. മെസ്സേജ് എന്തിനാ?
അതാണല്ലോ അതിന്റെ അൾട്ടിമേറ്റ്. മെസ്സേജ് ഒക്കെ പണ്ടത്തെ പരിപാടിയല്ലേ. മെസ്സേജ് എന്ന് ഉദ്ദേശം അങ്ങനെയല്ല, നമ്മളിപ്പോ പറയുമ്പോഴത്തേക്ക് അതിനൊന്നും ഒരു ടേക്ക് അവേ ഉണ്ടാവണം. നിങ്ങൾ നിർബന്ധം ഉണ്ടോ? അതാണ് ഞാൻ ചോദിക്കണത്. നിർബന്ധമല്ല പറയുന്നത്, അങ്ങനെ എടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, അതല്ലാതെ പിന്നെ എന്തിനാ ഷോർട്ട് ഫിലിം എടുക്കണേ? ഷോർട്ട് ഫിലിമിന്റെ അതിന്റെ പർപ്പസ് തന്നെ. അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ഒരു തോട്ട് ഷെയർ ചെയ്യാന്നായിരിക്കും വേണമെങ്കിൽ, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ അല്ല, ഇപ്പൊ എഴുതുന്ന ആളുടെ ഒരു മനസ്സിലൊരു തോട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞതാണ് എന്തെങ്കിലും കൺവേ ഇമോഷണൽ അല്ലെങ്കിൽ എമോഷൻ കൺവേ ചെയ്യണം, അതാണ് കറക്റ്റ്. അത് വേണം. ലാസ്റ്റ് കഥാപാത്രങ്ങൾ എന്ത് പറഞ്ഞിട്ട് പോയി എന്നുള്ള രീതിയിൽ ഇരിക്കരുത്, അവർക്ക് തിങ്ക് ചെയ്യാൻ പറ്റണം. എന്ത് അതല്ല, ഒരു സെക്കൻഡ് കഴിയുമ്പോ ഓക്കെ ഓർത്തിരിക്കാം. ശരിയാ, ഓർത്തിരിക്കും. പക്ഷെ കഥ വേണം. ഇത്രയും പറഞ്ഞിട്ട് കഥ കിട്ടിയിട്ടില്ല. ഇത്രയൊക്കെ പറയാനുണ്ടല്ലോ, ഇത് കഥ. ഇയാളല്ല അത് വേണം ഇത് വേണം പറയും, ഇയാൾ പറയൂ കഥ പറ. ഒരു പെണ്ണും ചെറുക്കനും ബസ്സിൽ കയറി യാത്ര ചെയ്ത് ഒരു പോയിന്റിൽ നിന്ന് ഇറങ്ങുന്നു. അതിൻ്റെ അകത്തൊരു കഥയില്ലേ? അതിനകത്ത് കഥയുണ്ട്, പക്ഷെ നമുക്കത് വേണ്ട. ബസ് സ്റ്റോപ്പിലാണെങ്കിൽ കുഴപ്പമില്ല. ഒരു പെണ്ണും ചെറുക്കനോട് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ഇരുന്ന് വരിക, എന്നിട്ട് ട്രാഫിക്കിനിടയിൽ കൂടി ഇങ്ങനെ വന്ന ഒരു ബസ്സിന്റെ സൈഡിൽ ഇങ്ങനെ വണ്ടി നിർത്തി അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ബസ്സിൽ നിന്ന് വാടും എങ്ങനെയുണ്ടോ? ബൈക്കിൽ പോകണമെന്നാലും പക്ഷെ ഹെൽമെറ്റ് വെക്കേണ്ടി വരും. ഹെൽമെറ്റിനെ മേലെ വീഴുള്ളൂ. അതെങ്ങനെയുണ്ടോ? അതിലെന്നെ ഉള്ള കോമഡി ഒന്നുമില്ല. അത് നമ്മൾ ലൊക്കേഷൻ അല്ല, അത് കോമഡി ആക്കണേ, കോമഡി ആക്കാം. എന്നാ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് വരിക, എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് വാള് വെക്കുക, ഒരു നോട്ടം, ഒറ്റ ഡയലോഗ് ഇല്ലാണ്ട് പരിപാടി തീർക്കുക. വാള് വെക്കണേക്കെ നല്ലത് മറ്റേ തുപ്പണതാ. ഇമോഷൻ വാളന്നെ വെക്കണം. ഈ കപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് തരത്തിൽ ചിന്തിക്കുന്നവരെ തമ്മിലായിരിക്കും കോൺഫ്ലിക്ട്സ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. അതായത് സെയിം വൈബ് പോണവർ ആ ഒരു മൂഡ് പിടിച്ചങ്ങോട്ട് പോകലേ ഉള്ളൂ. കലിപ്പനം കാന്താരിയും പോലെ. നമ്മളൊരു മേക്കിങ്ങിനാണെങ്കിൽ പോലും നമ്മൾ വേറെ രീതിയിൽ പറയാൻ പറ്റുന്നു. സിനിമാറ്റിക് ആയിരിക്കണം, വിഷ്വലും സിനിമാറ്റിക് ആയിരിക്കണം. ഷോർട്ട് ഒരു സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചങ്ങനെ ഒരു സീനായിട്ട് തന്നെ ഫീൽ ചെയ്യണം. അപ്പൊ അതിനുള്ള മേക്കിങ്ങും നിങ്ങളുടെ കയ്യിലാന്നു. കാശ് ഇറക്കണം, സിനിമാറ്റിക് ആയിട്ട് എടുക്കണം. ഒരു ട്രോളി ഇറക്കണം, ഇറക്കിക്കേണ്ടി വരും. ഒരു ഡ്രോൺ എടുക്കേണ്ടി വരും, ഡ്രോൺ എടുക്കണം. അതിനൊക്കെ കാശ് ഇറക്കണം. അല്ലാണ്ട് ചുമ്മാ നിങ്ങളുടെ കയ്യിലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന സാധനങ്ങൾ ഇറക്കണം. ഈ പ്രൊഡ്യൂസർ എന്താ ഉദ്ദേശിച്ചത്? പ്രൊഡ്യൂസർ എന്നാ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെല്ലാരും കൂടെ ബസ് കൂലി തന്നുവിട്ട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ അതിനൊക്കെ ഭയങ്കര പൈസ ആവൂലേ? അല്ല, എക്യുപ്മെന്റ്സ് വേണ്ടേ? വേറെ എന്തൊക്കെ ട്രൈപോഡൊക്കെ അല്ലേ? എന്ത് കളികളാവേ. ചലഞ്ച് ചെയ്യുമ്പോ ആലോചിക്കണായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ആരെയെങ്കിലും വേണം കേട്ടോ. ആരെയെങ്കിലും കൊണ്ടുവരണം. ആരി അലക്സ ക്യാമറ അത് മതി, റെഡ് ഫിക്സ് ചെയ്യാം. അപ്പൊ ഡിസ്കഷന്റെ അവസാനം നമുക്കൊരു കഥ കിട്ടിയില്ല, പക്ഷെ ഏത് രീതിയിലുള്ള കഥ ആലോചിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടി. അതായത് ജോലി ചെയ്യണ ഒരു കപ്പിൾസിൻ്റെ കഥ എടുക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ അതൊരു കോൺവെർസേഷൻ മാത്രം മതി, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചു. ഏകദേശം ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു ഐഡിയയും കിട്ടി. ഒരു ചെറുതായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇതിന് പറ്റിയൊരു ലൊക്കേഷൻ നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞ പോലെ തന്നെ ഒരു ബീച്ച്. നമുക്ക് നമ്മുടെ പ്രൊഡ്യൂസർ അഭിജിത്തിനെ വിളിച്ചിട്ട് കഥ കംപ്ലീറ്റായി, നമുക്ക് ബാക്കി പരിപാടി അതായത് ലൊക്കേഷൻ കാണാൻ പോവാം എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു നോക്കാം. The person you are calling is currently busy. Please call again later. ഒന്നുകൂടെ വിളിക്കാം. ഹലോ, ഇതിനെ ബിസിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് കട്ട് ചെയ്ത് കളഞ്ഞത്. കൈ കൊണ്ടതാണോ മനുഷ്യ? ഓ, അപ്പൊ എന്താണ് പരിപാടി? കഥയൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ലൊക്കേഷൻ കാണാൻ പോകാം. ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ലേ, കാണാൻ പോവാം. ആ, അല്ല, ബീച്ച് തന്നെയാണ് നമ്മൾ കഥയിലേക്ക് നമ്മൾ ബീച്ച് തന്നെ എഴുതിയേക്കണം. അപ്പൊ അതിന് വേണ്ടി ഒരു ലൊക്കേഷൻ തന്നെ ആയിരിക്കണം. ഇയാളെന്തൊരു വിശ്വാസം ഇല്ലാത്ത പോലെ പറഞ്ഞു. ശരി, പോവാം. സമയം രാവിലെ പോവാം. രാവിലെ പോയി നമുക്ക് ആ ഒരു ലൈറ്റിങ്ങും കൂടെ നോക്കണം. അപ്പൊ രാവിലെ ആ ഗോൾഡൻ ലൈറ്റ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് പോയി കണ്ടാലേ എന്നാ അങ്ങനെ ആട്ടെ. 5 കൃത്യം ഞാൻ അവിടെ വരും. അന്നാലും പിന്നെ കാണാൻ ഗുണമെന്നൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ എണീക്കാൻ വൈകി പോയി അത് അങ്ങനത്തെ വർത്താനൊന്നും പറഞ്ഞേക്കരുത്. ഇല്ല മറ്റവനോട് പറഞ്ഞേക്ക്. പറയാം.
ബുദ്ധിജീവിയോട് പറഞ്ഞേക്കാം. അപ്പൊ ശരി അപ്പോൾ ശരി എന്നാൽ ബൈ. ഓക്കെ ബൈ.